140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കള്ളാടി മണ്ണിടിച്ചിലിൽ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. വീട്ടിലെ ലിഫ്റ്റിൽ തലകുടുങ്ങി വയോധികന് ദാരുണാന്ത്യം. ഓണം ബമ്പർ സമ്മാനത്തുക ഉയർത്തി. ഒന്നാം സമ്മാനം 30 കോടി. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അവയവക്കടത്തിലെ കള്ളപ്പണ കേസ് ലേക്ക് ഷോർ ആശുപത്രി MD ചോദ്യം ചെയ്ത് ED. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി. വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തത്തിൽ മരിച്ച 3 പേരുടെ കുടുംബാംഗങ്ങൾക്കും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികളും പരിക്കേറ്റവർക്ക് ചികിത്സാ സഹായത്തിനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ജാർഖണ്ഡ് സ്വദേശിയായ തൊഴിലാളി അൽമോൾ റോയി, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്ര പാൻപാൽ എന്നിവരാണ് മരിച്ചത്. ദുരന്തത്തിൽ 9 പേർക്ക് പരിക്കേറ്റിരുന്നു. ഇവരെല്ലാം ചികിത്സയിലാണ്. കണ്ടെത്താനുള്ള 5 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വീട്ടിലെ ലിഫ്റ്റിൽ തലകുടുങ്ങി വയോധികന് ദാരുണാന്ത്യം. ലിഫ്റ്റിൽ തലകുടുങ്ങി ഭിന്നശേഷിക്കാരനായ വയോധികൻ മരിച്ചു. പത്തനംതിട്ട കടമ്പനിട്ട കല്ലേലിമുക്കിൽ മാത്തുക്കുട്ടിയാണ് മരിച്ചത്. മാത്തുക്കുട്ടിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. കറണ്ട് പോയി ലിഫ്റ്റ് നിന്നപ്പോൾ തല പുറത്തേക്കിട്ടതാകാം മരണകാരണമെന്നാണ് റിപ്പോർട്ട്. വീട് സ്ഥിതി ചെയ്യുന്നത് താഴ്ചയിലായതിനാൽ വീട്ടിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങുന്നതിനാണ് ലിഫ്റ്റ് സ്ഥാപിച്ചത്. മാത്തുക്കുട്ടി ശാരീരിക പരിമിതിയുള്ള വ്യക്തി ആയതിനാലാണ് ഇത്തരമൊരു ലിഫ്റ്റ് സ്ഥാപിച്ചത്. KSRTCയിൽ നിന്നും വിരമിച്ച മാത്തുക്കുട്ടിയും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. മക്കൾ വിദേശത്താണ്. ഓണം ബമ്പർ സമ്മാനത്തുക ഉയർത്തി. ഒന്നാം സമ്മാനം 30 കോടി. ഓണം ബമ്പർ ഒന്നാം സമ്മാനത്തുക 30 കോടിയായി വർദ്ധിപ്പിച്ചു. 25 കോടിയായിരുന്ന സമ്മാനത്തുക ഇത്തവണ 30 കോടിയാക്കി സർക്കാർ ഉത്തരവിറക്കി. 50 ലക്ഷമായിരുന്ന മൂന്നാം സമ്മാനം 25 ലക്ഷമാക്കി സമ്മാന ഘടനയിൽ മാറ്റം വരുത്തി. ഓണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ പ്രകാശനം ജൂലൈ 17 മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ടിക്കറ്റ് വിലയിൽ മാറ്റമില്ല. 500 രൂപയാണ് ടിക്കറ്റ് വില. രാജ്യത്ത് ഇത്രയും ഉയർന്ന തുക ലോട്ടറി സമ്മാനമായി നൽകുന്നത് കേരളത്തിൽ മാത്രമാണ്. 90 ലക്ഷം ടിക്കറ്റുകളാണ് ഏജന്റുമാർക്ക് നൽകാൻ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിലും ആവശ്യകത അനുസരിച്ചാകും ടിക്കറ്റ് പ്രിന്റ് ചെയ്യുക. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തി അറിയിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി VD സതീശനുമായി ഫോണിൽ സംസാരിച്ചു. കേരളം ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ കേന്ദ്രമന്ത്രി തൃപ്തി പ്രകടിപ്പിച്ചു. ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ആരാഞ്ഞ കേന്ദ്രമന്ത്രി കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും അമിത്ഷാ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നടന്ന മന്ത്രിസഭാ യോഗം അന്വേഷണത്തിന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചു. അവയവ കച്ചവടത്തിലെ കള്ളപ്പണ കേസ് ലേക്ക് ഷോർ ആശുപത്രി MD ചോദ്യം ചെയ്ത ED. അവയവക്കടത്തിലെ കള്ളപ്പണ കേസിൽ കൊച്ചി ലേക്ക് ഷോർ ആശുപത്രി MD ചോദ്യം ചെയ്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു EDയുടെ ചോദ്യം ചെയ്യൽ. കേസിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രികളിലടക്കം വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. കേരളത്തിലെ 6 പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത വ്യാജരേഖ ഉപയോഗിച്ചുള്ള അവയവക്കടത്തിലെ കള്ളപ്പണ ഇടപാടിലാണ് ED കേസെടുത്ത് പരിശോധന നടത്തിയത്. കേരളത്തിനകത്തും പുറത്തുമുള്ള വൻ മാഫിയ സംഘം അവയവ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ചെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ.